ഇപ്രാവശ്യം എന്തായാലും ജോയി ജയിക്കും. നമ്മുടെ ആവശ്യം കെ.ടി. ജലീൽ ജയിക്കണം. അയാൾ നല്ലൊരു വ്യക്തിയാണ്. 100% ജയിക്കും. ഇത്തവണ VS ജോയി തോക്കും തവനൂർ മണ്ഡലം. ഒരു സംശയമില്ല കാര്യത്തിൽ. ഒരു സംശയമില്ല കെ.ടി. ജലീൽ. ഇക്കുറി VS ജോയി വിജയിക്കും. VS ജോയി ഉറപ്പാണ്. ടഫ് കോമ്പറ്റീഷനാണ്. അത് ഓരോരോ ഏരിയയിൽ ഓരോന്ന് ലീഡിംഗ് ആണ് ഇപ്പോൾ തോന്നുന്നത്. നിയമസഭാ പോരാട്ടത്തിന് അംഗം കുറിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. നമ്മുടെ തവനൂർ, തൃത്താല, പൊന്നാനി ഈ മേഖലകളിലൊക്കെ ഇത്തവണ ആര് തൂക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ NCV നമ്മുടെ ഇവിടെയുള്ള ഈ മണ്ഡലങ്ങളിലൊക്കെയുള്ള ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണ്. ജനപക്ഷത്തിന് ഇത്തവണ എന്താണ് പറയാനുള്ളതെന്ന് ഞങ്ങൾ അവരോട് ചോദിച്ചറിയും. സർക്കാരിൻ്റെ വികസനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വോട്ടായിട്ട് ഇത്തവണ ലഭിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. തവനൂർ മണ്ഡലം ജലീൽ പിടിക്കുമോ അതോ VS ജോയി പിടിക്കുമോ? പൊന്നാനി മണ്ഡലത്തിൽ ആര് ജയിക്കും? ഇതൊക്കെ നമുക്ക് നമ്മുടെ ജനങ്ങളോട് നേരിട്ട് ചോദിച്ചറിയാം. ഇപ്പൊ തിരുമാണിയൂരാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ കൂടെ കുറെ ചേട്ടന്മാരുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഇലക്ഷൻ ചർച്ചകളൊക്കെ ഒന്ന് ചൂട് പിടിപ്പിച്ചാലോ അല്ലേ? മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കൊടുന്നുള്ള വികസനങ്ങൾ ധാരാളം ഉണ്ട്. നായർത്തോട് പാലം, നമ്മളെ എടപ്പാള് ഫ്ലൈ ഓവർ, അതുപോലെ തന്നെ ഈ BMBC ലെവലിൽ ചെയ്തിട്ടുള്ള റോഡുകൾ ഇനിയിപ്പോൾ പിന്നെ അർജൻറ്റായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അവിടെ കടുത്ത വേനലാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. കുടിവെള്ളത്തിനൊക്കെ ധാരാളം എല്ലാത്തിനും പൈപ്പ് കീറി ഇട്ടിട്ടുണ്ട്. പൈപ്പ് കീറിയതിൻ്റെ ഭാഗമായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ പിന്നെ കുണ്ടും കുഴിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ എതിരാളികൾ അല്ല ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി വെള്ളത്തിന് വലിയ ടാങ്കാണ് നമ്മളെ മാണൂർ കാട്ടിൽ പിന്നെ ഒരു വലിയ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. VV പ്രകാശ് വലിയ നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ. അദ്ദേഹം ഇവിടുന്ന് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ സകലമാന ഇടവുകളും നോക്കിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ ഇയാളെ ഫിറോസ് കുന്നുംപറമ്പിൽ ഇവിടുന്ന് മത്സരിക്കേണ്ടായി. NDAയുടെ വോട്ടടക്കം അദ്ദേഹത്തിന് കൊടുത്തിട്ട് പോലും KT ജലീൽ അവിടുന്ന് ജയിച്ചു വന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലൊരു മാൻഡേറ്റുള്ള ഒരു പ്രദേശം തന്നെയാണ് തവനൂർ. തീർച്ചയായിട്ടും അദ്ദേഹം വിജയിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക്. ഇപ്പോൾ 70 വയസ്സായി. എൻ്റെ പ്രായത്തിൽ ഞാൻ ഒരുപാട് വോട്ട് ചെയ്യുന്ന കാലത്തൊക്കെ അന്ന് ഇവിടെ മുസ്ലിം ലീഗുകാരും മറ്റവരൊക്കെയാണ് ജയിച്ചു വരുന്നത്. പക്ഷെ ആ MLAനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ 70 വയസ്സായി, കണ്ടിട്ടില്ല. ഇപ്പോൾ കാണാൻ തുടങ്ങിയത് KT ജലീൽ ജയിച്ചതിൻ്റെ ശേഷമാണ്. ഒരു MLA ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് നേരിട്ട് കാണുന്നു. മറ്റങ്ങനെ അന്ന് ഇത്ര TV ഇതൊന്നും അത്ര പ്രചാരമില്ലാത്ത കാരണം കാണില്ല. അത് കാരണം നമ്മളിൽ ഒരാളായിട്ട് കാണുന്നത് KT ജലീലിനെ. KT ജലീൽ ജയിക്കണം, അത് ഉറപ്പാണ്. ഇപ്പോൾ ഈ തവനൂർ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നല്ലൊരു പ്രവർത്തകരുള്ള മണ്ഡലമാണ് തവനൂർ മണ്ഡലം രൂപീകരിച്ച മണ്ഡലം. പക്ഷേ എന്തുകൊണ്ടൊരു ഇവിടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള എത്രയോ ആളുകളുണ്ട്. എന്തിനെ KT ജലീലിനെ മാത്രം ഈ സ്വാതന്ത്ര്യ ദിനത്തിന് നിർത്തേണ്ട ആവശ്യം? ഇവർക്ക് എന്താ അരിവാൽ ചുറ്റി വർഷത്തിൽ നിർത്തിക്കൂടെ? അത് നിർത്തുന്നില്ല. അത് നിർത്താത്ത എന്താണ്? നിന്ന് കഴിഞ്ഞാൽ ക്രൗഡ് കൂടിയാവും. അതാണ് അതിൻ്റെ ലക്ഷ്യം. KT ജലീൽ ജയിക്കോ അതോ VS ജോയി ജയിക്കോ? എന്താ ജയിക്കണം എന്നാണ് ആഗ്രഹം. ജയിക്കണം എന്നാണ്. ഭരണ തുടർച്ച ഉണ്ടാവണമെങ്കിൽ KT ജലീൽ ജയിക്കണം. പിന്നെ പകുതിയാക്കി വെച്ചിട്ടുള്ള പല പദ്ധതികളും പിന്നെ തുടർഭരണമുണ്ടായാലതൊക്കെ നടക്കും, മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അത് കാരണം KT ജലീൽ ജയിക്കണം. സർക്കാർ ജയിക്കണം എന്നാണ് നമ്മളൊക്കെ അതിയായ ആഗ്രഹം. എന്തായാലും ഇന്നത്തെ ഇലക്ഷൻ ഒന്നും പറയാൻ പറ്റൂല. എന്തായാലും രണ്ട് പാർട്ടികളും കടന്ന് കളിക്കുന്നുണ്ട്. ജോയും കട്ടക്കാണ് മത്സരം. എന്തായാലും ഇപ്പൊ റിസൾട്ട് വന്നാലും ഒന്നും പറയാൻ കഴിയില്ല. ഇല്ല, കട്ടക്കാ നിൽക്കണം. BJPക്കും സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു സംശയമില്ല KT ജലീൽ. ചേച്ചി ആര് ജയിക്കും ഇവിടെ? എന്താ തോന്നുന്നു? ടഫ് കോമ്പറ്റീഷനാണ്. ഏതായാലും UDF, LDF, BJP എല്ലാം ടഫ് കോമ്പറ്റീഷനാണ്. അപ്പം അത് എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരോ ഏരിയയിൽ ഓരോന്ന് ലീഡിംഗ് ആണ് ഇപ്പോൾ തോന്നുന്നത്. ചില ഭാഗത്ത് BJP ആവാം, ചില ഭാഗത്ത് LDF ആവാം. അങ്ങനെ ഡിവൈഡ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നല്ല ടഫ് കോമ്പറ്റീഷനാണ്. ഇത് ഇതേപോലെ കഴിഞ്ഞാൽ നല്ല ത്രില്ലുണ്ടാവും ഇലക്ഷൻ ആകുമ്പോൾ. ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട്. ചേട്ടാ എന്താ തോന്നുന്നത്? ആര് ജയിക്കും? 10 വർഷത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണ നേട്ടം, വികസനം അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി. KT ജലീൽ ജയിക്കും. LDF വീണ്ടും ഒന്നും പറയാനില്ല. ഒരു UDF പ്രവർത്തകൻ നിലയ്ക്ക് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇക്കുറി VS ജോയി വിജയിക്കും. UDF ഗവൺമെൻറ് രൂപീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100% ആത്മവിശ്വാസമുണ്ട്.
ജലീൽ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ അദ്ദേഹത്തിന് അത് ഈ വോട്ടുകളൊക്കെ ഒരു അനുകൂലമാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താവുന്ന ഏറ്റവും വലിയ ഒരു വിഷയമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ചമ്രോട്ടം റെഗുലേറ്റർ 15 വർഷത്തോളമായി പണി പൂർത്തിയാകാതെ കിടക്കുന്നു. ഒരു MLA അവിടുത്തെ അയാളുടെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ കാര്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചമ്രോട്ടം റെഗുലേറ്റർ. കാരണം അദ്ദേഹം ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇടപെടാവുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ഇവിടുത്തെ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഈ നിയോജകമണ്ഡലത്തിൽ ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ഈ വേനൽക്കാലത്ത് വെള്ളം ആ റെഗുലേറ്റർ പണിതിരുന്നെങ്കിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നം അവസാനിപ്പിക്കായിരുന്നു. കൂടുതൽ മേഖലകളിൽ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കായിരുന്നു. ഈ MLAക്ക് യാതൊരു സംഭവം ചെയ്യാൻ പറ്റും. അതേ അഭിപ്രായം. ഇവിടെ പറഞ്ഞ ജോയി എന്തായാലും വരും. ഇവിടെ വരും, എന്തായാലും വരും. സർക്കാരിന്റെ ഒരുപാട് വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? സർക്കാർ വികസനം എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അത് കേന്ദ്രത്തിന്റെ വികസനം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ യാതൊന്നും ഇവിടെ ചെയ്ത് സംഭവം കണ്ടില്ല. എങ്ങനെയാണ്, എന്താണ് ജലീൽ ജയിക്കോ അതോ VS ജോയ് ജയിക്കോ, എന്താ തോന്നുന്നത്? ജലീൽ ഇവിടെ 100% വിജയിച്ച് കിടക്കുക. കഴിഞ്ഞ 15 വർഷത്തോളമായി ജലീൽ ഇവിടെ MLA ആയി. ഒട്ടനവധി വികസനങ്ങൾ ഈ നാടിനകത്തും ഒരു സാധാരണക്കാരൻ്റെ പോലെ എല്ലാവരുടെ പ്രശ്നങ്ങളും അറിയുന്ന ഒരാളാണ് ജലീൽ. ജലീൽ തന്നെയാണ് ഇവിടെ വിജയിക്കുക. ബഹുഭൂരിപക്ഷത്തോടുകൂടി ജലീൽ മാർച്ച് 4-ാം തീയതി മെയ് 4-ാം തീയതി കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്താൻ പറ്റും തോന്നുന്നു. വമ്പം ഭൂരിപക്ഷത്തിലാവും വിജയം. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു മന്ത്രിയെ കാണുക അല്ലെങ്കിൽ ഒരു MLA കാണുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊന്നും നമുക്കൊരു അത്ഭുതം എന്താണ് ഈ സംഭവം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ജലീൽ നമ്മളെ ഈ തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന ആ സമയം മുതൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് നമ്മളൊരു മരിച്ച വീടായാലും കല്യാണ വീടായാലും എന്ത് വിശേഷങ്ങളായാലും അല്ലാത്ത മറ്റുള്ളവരുടെ സങ്കടങ്ങളിലായാലും ഒക്കെ പങ്കുചേരുന്ന വ്യക്തിയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങനെയല്ല എന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ രണ്ട് കണ്ണുകളും നമുക്ക് ശരിക്കും കാഴ്ചയുള്ളതാണല്ലോ. ആ കണ്ണ് തുറന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഈ കണ്ടനാകം ഭാഗത്ത് തന്നെ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്ന കാലടി സ്കൂള് നമ്മൾ കാണുന്ന കാഴ്ച സത്യമാണല്ലോ. രണ്ടാമത്തെ ഇപ്പോൾ വിദ്യാപീഠ സ്കൂളിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് അതാ നടക്കുന്നു. അതേമാതിരി ഇപ്പോൾ നമ്മളെ എടപ്പാളുള്ള മേൽപ്പാലം ആകെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലുള്ളതാണ് ഉണ്ടായിരുന്ന എടപ്പാൾ. ആ സ്ഥലത്താണ് ഇപ്പോൾ നല്ല രീതിയിൽ പാലം വന്ന്. പിന്നെ വാഹനങ്ങളിലെ ഇന്നത്തെ വർധനവിനനുസരിച്ചുള്ള തിരക്കുണ്ടായിരിക്കാം, എങ്കിൽ പോലും ഒരുപാട് നമുക്ക് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്. പിന്നെ ആ വ്യക്തിയെ എന്തുകൊണ്ട് തോൽപ്പിക്കും? ജനങ്ങളൊപ്പം ഉള്ളതാണ്. വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും അല്ലേ? ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും.